ഹലോ മക്കളെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓണം എക്സാമിൻ്റെ ആ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ന്യൂട്ടൺസിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓണം എക്സാമിന് എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓണം എക്സാമിന് മെയിനായിട്ട് നോക്കാനുള്ളത്. സോ ആ രണ്ട് ചാപ്റ്റേഴ്സ് ചെറിയൊരു കോൺസെപ്റ്റിലൂടെ മെയിനായിട്ട് ഏതൊക്കെയാണ് മെയിൻ കണ്ടൻസ് നമുക്ക് പഠിക്കാനുള്ളത്, കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാനുള്ളത്, അതെല്ലാം വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഉള്ളോ? സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും ആൻസർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതൊന്ന് വാച്ച് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? റെഡി? ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. സോ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യൻ എക്കോണമിയിൽ, അതായത് ബ്രിട്ടനിൽ നിന്നും മാറിക്കഴിഞ്ഞ് ഫ്രീഡം ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് നേഷനായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്, വാട്ട് ആർ ദ മേജർ ചേഞ്ചസ് ദാറ്റ് ഹാസ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഈ ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയാലോ. മേജർ കോൺസെപ്റ്റിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. സോ നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് വളരെയധികം ലോ ലെവലായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടായിരിക്കും? ദ കൊളോണിയൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഫ്രെയിംഡ് എക്കണോമിക് പോളിസീസ് ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി ദാൻ ഇന്ത്യൻ എക്കോണമി. അതായത് ഇന്ത്യൻ എക്കോണമിയിൽ ബ്രിട്ടൻ കുറേ പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന സ്വന്തം ഹോം കൺട്രിക്ക് വേണ്ടി മാത്രമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു എന്നാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് പറയേണ്ടത്. നോക്കിയേ, ദിസ് ലെഡ് ഇന്ത്യൻ എക്കോണമി ഇൻടു എ നെറ്റ് സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. അപ്പോൾ ഒരു ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബ്രിട്ടൻ്റെ ഒരു റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റുക, അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ, ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകളുടെ ഒരു മാർക്കറ്റാക്കി മാറ്റുക എന്നുള്ളതും കൂടിയായിരുന്നു ബ്രിട്ടൻ്റെ മെയിൻ വിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് കൂടി ഒന്ന് നോക്കിയേ, സ്റ്റേറ്റ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് ഈ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് വന്നപ്പോഴത്തേ, അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് വളരെയധികം കുറയാനായിട്ട് തുടങ്ങിയപ്പോൾ അത് അഗ്രികൾച്ചർ സെക്ടറിൽ എങ്ങനെയെല്ലാം എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയേ, ഡിസ്പൈറ്റ് എംപ്ലോയിങ് മോർ ദാൻ 3/4 of workforce, agricultural sector's performance was stagnant and even deteriorated over the period of colonial rule. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലാണ് മൊത്തം പോപ്പുലേഷൻ എടുത്ത് നോക്കുമ്പോൾ 3/4, അതായത് 3/4 ആൾക്കാരും ജോലി ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. എന്നിട്ട് പോലും അഗ്രികൾച്ചർ സെക്ടറിന് കാര്യമായിട്ടുള്ളൊരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ GDP-യിലേക്ക് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈവൻ ഡിറ്റീരിയോറേറ്റഡ് ഓവർ ദ പീരീഡ് ഓഫ് കൊളോണിയൽ റൂൾ. ഓക്കെ, സോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കെയിം ലോ. അവിടുന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറയാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് നോക്കിയേ, റീസൺസ് ഫോർ ദ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു അല്ലേ, അഗ്രികൾച്ചർ സെക്ടറിൽ ഒരു സ്റ്റാഗ്നേഷൻ, അതായത് ഒരു വളർച്ചയോ ഒരു മുരടിപ്പ് പോലെ, അതാണ് സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുക എന്ന് പറയാം അല്ലേ. ഒരു വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലാതെ നിൽക്കുക, ഒരു ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. സോ എന്തുകൊണ്ടാണ് ആ ഒരു റീസൺ നമുക്കിവിടെ വന്നത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു പ്രോബ്ലം നമുക്കിവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്? അതിന് കുറേ റീസൺസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റീസൺ എന്താണെന്ന് നോക്കിയേ, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. നമ്മളിവിടെ 3 ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആണ് മെയിനായിട്ട് ബ്രിട്ടൻ്റെ ആ ഒരു പീരീഡിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പെർമനന്റ് ലാൻഡ്, അതായത് സെറ്റിൽമെന്റ് സിസ്റ്റം ഉണ്ട്, ദെൻ ജമീന്ദാരി സിസ്റ്റം അല്ലേ, ദെൻ റൈത്ത് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഇങ്ങനെ 3 ഏതൊക്കെയാണ്? ജമീന്ദാരി സിസ്റ്റം, റൈത്ത് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അതിൻ്റെ ഇയറും അത് ആരുടെ ടൈമിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണ് നമ്മുടെ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ജമീന്ദാരി, മഹൽവാരി ആൻഡ് റൈത്ത് വാരി, ആ സിസ്റ്റംസ് എന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. സോ ഈ പറയുന്ന സിസ്റ്റംസ് എല്ലാം തന്നെ, ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് എല്ലാം തന്നെ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു റവന്യൂ സെറ്റിൽമെന്റ്. അതായത് ഇവിടുന്ന് കിട്ടുന്ന ഈ അഗ്രികൾച്ചർ ലേബറേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം പാവപ്പെട്ടവരായിരുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് ലാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവർ മറ്റുള്ളവരുടെ ലാൻഡിലാണ് പണിയെടുക്കേണ്ടി വരിക. എന്താ ചെയ്യുക? അപ്പോൾ ഈ പണി എടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഈൽഡിൻ്റെ ഒരു സഡൻ പോർഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നു? ആ ലാൻഡിൻ്റെ മെയിൻ ഓണർക്ക് കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ ബ്രിട്ടൻ്റെ പീരീഡ് ആയതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കും കുറേയൊക്കെ കൊടുക്കേണ്ടി വന്നു. സോ ഈ റവന്യൂ സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവരെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്തു. അടുത്താണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. നമ്മുടെ അഗ്രികൾച്ചറിനെ ഒരു വാണിജ്യ ഉപകരണമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അടുത്തൊരു റീസൺ ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഫുഡ് ക്രോപ്സിൽ നിന്നും ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്ന ആ ഒരു ചെയിൻ
ചേഞ്ച്, എല്ലാവരും ഭക്ഷ്യപദാർത്ഥങ്ങളല്ല അതിന് പകരം ക്യാഷ് ക്രോപ്സ് ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്യുക, എല്ലാവരും ഇനി ക്യാഷ് ക്രോപ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ആ രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് പോയി. അതാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ഉണ്ടാകുന്ന മറ്റൊരു സ്റ്റാഗ്നേഷൻ റീസൺ. ദെൻ ഫോർത്ത് വന്ന് നോക്കിയാൽ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ ആവശ്യമായ റിസോഴ്സസും നമ്മുടെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒന്നും തന്നെ അവർക്ക് കൊടുത്തിരുന്നില്ല. ബെറ്റർ ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന രീതിയിലോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും തന്നെ നമ്മുടെ അല്ലെങ്കിൽ ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളിലോ ഒന്നും തന്നെ വെച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രോബ്ലമായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കൺട്രീസ് പാർട്ടീഷൻ. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഈ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ ഒരു നല്ലൊരു പോർഷനാണ് നമ്മുടെ പാകിസ്ഥാനിലേക്ക് പോയത് അല്ലേ. ഈ പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ ആ പാകിസ്ഥാനിലേക്ക് പോയ ആ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് നല്ല കൾട്ടിവബിൾ ഹൈലി ഫെർട്ടൈൽ ലാൻഡ് തന്നെയായിരുന്നു. നമ്മുടെ സിന്ധു നദിയുടെ ഒക്കെ ആ ഒരു പോർഷൻ അവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഹൈലി ഫെർട്ടൈൽ ലാൻഡ് അവിടേക്ക് പോയത് കൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു അല്ലെങ്കിൽ അതിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് അവകാശപ്പെടുന്നത്. സോ എന്ത് പറ്റി, ആ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മുടെ ഡെവലപ്മെന്റിനെ, നമ്മളൊരു കോൺട്രിബ്യൂഷനെ വളരെയധികം അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, അതർ ഫാക്ടേഴ്സ് കുറച്ചുകൂടി ഉണ്ട്. അതായത് ഇത്രയും മെയിൻ പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇത് കൂടാതെ വേറെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്താ, ലോ പ്രൊഡക്ടിവിറ്റി, അതായത് പ്രൊഡക്ഷൻ വളരെയധികം കുറയാൻ തുടങ്ങി. ദെൻ രണ്ടാമത്തേതാണ് ഔട്ട്പുട്ട് പെർ ഹെഡ് ഡിക്ലൈൻഡ്, അതായത് ഓരോ ആൾക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, അവരുടെ എഫിഷ്യൻസി ആയിക്കോട്ടെ, അതെല്ലാം തന്നെ വളരെയധികം കുറഞ്ഞു വരാൻ തുടങ്ങി എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ ഇൻക്രീസ്ഡ് ഇൻഡെപ്റ്റഡ്നെസ്. സർ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ പറയുന്ന ലേബറേഴ്സ് എല്ലാവരും തന്നെ, അഗ്രികൾച്ചർ ലേബറേഴ്സ് എല്ലാവരും തന്നെ പാവപ്പെട്ടവരായിരുന്നു പറഞ്ഞായിരുന്നു അല്ലേ. സോ അതുകൊണ്ട് പുതിയൊരു പ്രൊഡക്ഷൻ അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ലോൺ എടുക്കണമായിരുന്നു. ഇങ്ങനെ ലോൺ എടുത്ത് ചിലപ്പോൾ അവർക്ക് സീസൺ ആയിരിക്കും അല്ലേ, ചിലപ്പോൾ സീസൺ ഇല്ലാത്ത ദിവസമായിരിക്കും, ഓഫ് സീസണൊക്കെ ആയിരിക്കും. ഈ സീസണൊക്കെ എന്ന് വെച്ചാൽ എന്താ, അവർക്ക് നല്ല ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. പിന്നെ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അവർക്ക് നല്ല ക്യാഷ്, അവർക്ക് അവരുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്യാഷ് അവർക്ക് ഉണ്ടാകുന്നില്ല. ഈ കോൺസെപ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഇൻഡെപ്റ്റഡ്നെസ്, കടബാധ്യത വളരെയധികം കൂടാനായിട്ട് തുടങ്ങി. ദെൻ അടുത്താണ് ഫാമിൻസ് ആൻഡ് ഫുഡ് ഷോർട്ടേജസ്, അതായത് ക്ലൈമറ്റിന്റെ വ്യത്യാസം കൊണ്ടും മറ്റ് വെതർ കണ്ടീഷൻസ് ഒക്കെ കൊണ്ട് തന്നെ ഫാമിൻസും ഫുഡ് ഷോർട്ടേജ് ഒക്കെ വരാൻ തുടങ്ങി. ഇതും നമ്മുടെ സ്റ്റാഗ്നേഷൻ, അഗ്രികൾച്ചർ സെക്ടറിന്റെ സ്റ്റാഗ്നേഷന്റെ മറ്റൊരു റീസൺ ആണ്. ലാസ്റ്റ് പോയിന്റ് ആണ് പോവർട്ടി പറയുന്നത്, ദാരിദ്ര്യം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാനും വളരെയധികം എളുപ്പമായിരിക്കും. അടുത്ത പോയിന്റ് നോക്കി, സ്റ്റേറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. സോ ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എങ്ങനെയാണ് അത് അഫക്ട് ചെയ്തത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദി കൊളോണിയൽ റൂൾ. അതായത് കൊളോണിയൽ റൂളിൻ്റെ ആ ഒരു പീരീഡിൽ ഇന്ത്യക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിലും കാര്യമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. നോക്കാം നെക്സ്റ്റ് പോയിന്റ്, പ്രൈമറി മോട്ടീവ്സ് ഓഫ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ഇന്ത്യനെ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാനായിട്ട് രണ്ട് മോട്ടീവ്സ് ആണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ ഫസ്റ്റ് വൺ എന്താണ്, കൺവേർട്ട് ഇന്ത്യ ഇൻ ടു ആൻ എക്സ്പോർട്ടർ ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ദി അപ്കമിങ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ന്യൂ ഇൻഡസ്ട്രീസിനെ ഇന്ത്യയിലെ സാധനങ്ങൾ, ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ആക്കി മാറ്റുക. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം റോ മെറ്റീരിയൽസ് ആയിരിക്കണം. സോ ഈ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഇവിടെ നിന്നും കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുക. സോ മേക്ക് ഇന്ത്യ ഇൻ ടു എ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ടർ ടു ദ ബ്രിട്ടൻ. അതാണ് ഫസ്റ്റത്തെ മോട്ടീവായിട്ട് പറയുന്നത്. രണ്ടാമത്തെ മോട്ടീവ് നോക്കി, ടേൺ ഇന്ത്യ ഇൻ ടു എ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഓഫ് ദോസ് ഇൻഡസ്ട്രീസ്. അതായത് ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വിറ്റഴിക്കാനായിട്ട്, സെല്ല് ചെയ്യാനായിട്ട് ഇന്ത്യയെ ഒരു മാർക്കറ്റാക്കി മാറ്റി, ഇന്ത്യയെ ഒരു ഫിനിഷ്ഡ് മാർക്കറ്റാക്കി മാറ്റി, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകളുടെ മാർക്കറ്റാക്കി മാറ്റി എന്നാണ് രണ്ടാമത്തെ മോട്ടീവായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ്, the growth rate of new industrial sector and its contribution to GDP remained very small. അതായത് നമ്മുടെ GDPയുടെ കോൺട്രിബ്യൂഷനിലേക്ക് നോക്കുമ്പോഴത്തേക്കും മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ. ഇതിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും വളരെയധികം കുറവായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നോക്കിയേ, ദ ഇമ്പാക്ട് ഓഫ് കൊളോണിയൽ റൂൾ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ, അതിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ദെൻ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, അതായത്
നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അതായത് സ്വന്തം കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറേ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അല്ലേ. ഈ കോൺസെപ്റ്റുകൾക്കെല്ലാം തന്നെ ഡിമാൻഡ് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഡിമാൻഡ് കുറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്ത് സംഭവിച്ചു? ഇൻകം കിട്ടുന്നില്ല. അങ്ങനെ ഇൻകം കിട്ടാതെ വന്നപ്പോഴത്തേക്കും അവിടെ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു വന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആണ് ലോ പ്രൈസ്ഡ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ ചേഞ്ച് ദെയർ കൺസംഷൻ പാറ്റേൺ. അതായത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ നിന്നും ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ പ്രൈസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു കമ്പയർഡ് ടു ദ പ്രൊഡക്ട്സ് വിച്ച് വർ ഇൻട്രൊഡ്യൂസ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളുടെയും റേറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബ്രിട്ടൻ്റെ പ്രൊഡക്റ്റുകൾക്കായിരുന്നു റേറ്റ് കുറവ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണ വാങ്ങിക്കാൻ ചാൻസ് ഉള്ളത്? ബ്രിട്ടനിലെ പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കൺസംഷൻ പാറ്റേണിന് തന്നെ ഒരു ചേഞ്ച് വരുന്ന രീതിയിൽ കൊണ്ടുവന്നു. സോ ദിസ് ഓൾസോ ഹാസ് ആൻ ഇമ്പാക്ട് ഇൻ ദി കൊളോണിയൽ റൂൾ പീരീഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഫോറിൻ ട്രേഡ്. നമ്മുടെ ട്രേഡിനെ എങ്ങനെയായിരിക്കും നമ്മുടെ ഇതൊന്ന് അഫക്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ദ ട്രേഡ് പോളിസീസ് ഓഫ് കൊളോണിയൽ ഗവൺമെന്റ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. അഡ്വേഴ്സ് ആയിട്ട് തന്നെയായിരുന്നു അവിടെയും നമ്മുടെ കൊളോണിയൽ റൂള് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യ ബിക്കെയിം എൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്റ്റ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ച ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത്. ദെൻ ഇന്ത്യ ബിക്കെയിം എൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബ്രിട്ടൻ. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, എക്സ്പോർട്ടറാണ്. പ്രൈമറി പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയായിരുന്നു നമ്മുടെ ഇന്ത്യയെ അവർ മാറ്റി വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുക, ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യിച്ചുകൊണ്ട് ഇവരുടെ അടുത്ത് തന്നെ വാങ്ങിപ്പിക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രോബ്ലം. ദെൻ ബ്രിട്ടൻ മെയിൻറ്റെയിൻഡ് മൊണോപ്പൊളി കൺട്രോൾ ഓവർ ഇന്ത്യസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. അപ്പോൾ ഒരു മൊണോപ്പൊളി പവർ, മൊണോപ്പൊളി എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു ബ്രിട്ടൻ മാത്രമാണ്, ഒരൊറ്റ ഒരാൾ മാത്രമാണ് എന്ത് സാധനമായാലും സെല്ല് ചെയ്യാനായിട്ടുള്ളൂ. സോ വേറെ ഒരാൾക്കും അവിടെ ഒരു റൈറ്റ് ഇല്ല. മൊണോപ്പൊളി പവർ, ഒറ്റ ഒരാളായിട്ട് ഒരു സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന പോലെ ഒരു ട്രേഡഡ് യൂണിറ്റ് ആയിട്ട് മാറിക്കൊണ്ടാണ് ബ്രിട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ്, ദ ഓപ്പണിംഗ് ഓഫ് സൂയിസ് കനാൽ ഫർദർ ഇന്റൻസിഫൈഡ് ബ്രിട്ടീഷ് കൺട്രോൾ. നിങ്ങൾക്ക് ആ ഒരു മാപ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും സൂയിസ് കനാലിൻ്റെ ആ ഒരു പൊസിഷൻ എവിടെയാണെന്നുള്ളത് അല്ലേ. സോ ഈ ഒരു സൂയിസ് കനാൽ അവിടെ നിന്ന് അല്ലെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഇന്ത്യയിലേക്ക് കുറേ സാധനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ട്രേഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഓഫ് ഡെമോഗ്രഫിക് കണ്ടീഷൻ. ഡെമോഗ്രഫിക് കണ്ടീഷൻ പറയുമ്പോൾ നമ്മുടെ പോപ്പുലേഷനും അതുപോലെ തന്നെ ലിറ്ററസി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെയുള്ള മെയിൻ കോൺസെപ്റ്റുകൾ, ഫാക്റ്റുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് അറിഞ്ഞു വെക്കേണ്ടത്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് ഇൻ 1881. 1881 നമ്മുടെ ആദ്യമായിട്ടൊരു സെൻസസ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ബിഫോർ 1921 ഇന്ത്യ വാസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. അതായത് ഡെമോഗ്രാഫിക് ട്രാൻസിഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബിഫോർ 1921 ആയിരുന്നു. ആ ഒരു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ, ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ഹൈ ഡെത്ത് റേറ്റ്. ബർത്ത് റേറ്റ് കൂടുതലായിരുന്നു, അതുപോലെ തന്നെ ഡെത്ത് റേറ്റും കൂടുതലായിരുന്നു. ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, രണ്ടും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ പോപ്പുലേഷൻ വല്ല ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല, നോ ചേഞ്ച് ഇൻ ദ പോപ്പുലേഷൻ. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജ് എങ്ങനെയായിരുന്നു? 1921 ശേഷമാണ് സെക്കൻഡ് സ്റ്റേജ് പറയുന്നത് അല്ലേ. അവിടെ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് എന്നാണ് മെയിൻ ആയിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തായിരിക്കും? സോ അവിടെ പോപ്പുലേഷൻ വളരെയധികം കൂടാൻ തുടങ്ങിയെന്നാ പറയാം. അതായത് ബർത്ത് റേറ്റ് വളരെയധികം കൂടുന്നുണ്ട്, പക്ഷേ ഡെത്ത് റേറ്റ് അവിടെ കുറഞ്ഞു വരാൻ തുടങ്ങി. സോ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ നോക്കാം. സ്റ്റേറ്റ് ഓഫ് ഡെമോഗ്രാഫിക് കണ്ടീഷനിലെ നെക്സ്റ്റ് പോയിന്റ്, the overall literacy was very low, that is 16%. നമ്മുടെ ഹോൾ കൺട്രിയിലെ ആ ഒരു പീരീഡിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ലിറ്ററസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് ആണ് 16% എന്നുള്ളത്. വളരെ വളരെ ചെറിയതാണ് അല്ലേ, വളരെയധികം കുറവായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 7% മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ദെൻ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വെയർ നോട്ട് അവൈലബിൾ ടു ലാർജ് ഏരിയാസ് ഓഫ് ദ പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാവർക്കും തന്നെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് അക്സെപ്റ്റ് അല്ലെങ്കിൽ അവൈലബിൾ ആക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു വയ്ക്കുന്നത്.
Then the overall mortality rate was very high. അതായത് മരണസംഖ്യ വളരെയധികം കൂടുതലായിരുന്നു. പോപ്പുലേഷൻ ഇപ്പോൾ ഈ ഹെൽത്തിൻ്റെയും ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റും ഈ ലാസ്റ്റത്തെ പോയിന്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് ഹെൽത്ത് ഫെസിലിറ്റീസ് നമുക്ക് കൂടുതലായിട്ട് അക്വയർ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും, മരണസംഖ്യ വളരെയധികം കൂടുതലായിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. Then infant mortality rate was about 218 per 1000. Now it is 33 per 1000. ആ ഒരു ചേഞ്ച് നിങ്ങളൊന്ന് നോക്കിയാൽ മക്കളെ. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്, ശിശു മരണ നിരക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യത്തെ ഒരു പീരീഡിൽ എത്രയായിരുന്നു? 218 പേരെങ്കിലും 1000 പേരിൽ മരിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴോ അത് 218 നിന്ന് കുറഞ്ഞ് 33 എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക് വന്നു. സോ ദാറ്റ് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെന്റ് that has achieved in India. Okay, so then the next point എന്താണ്? ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ. ആയുർദൈർഘ്യം, ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അതായത് ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രം, നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടിയാൽ മാത്രമാണ് കൂടുതൽ കാലം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ഓർത്ത് വയ്ക്കുക. ലൈഫ് എക്സ്പെക്ടൻസി വാസ് വെരി ലോ. നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും അവിടെ എന്ത് പറ്റി? ആയുർദൈർഘ്യം, എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് അവിടെ കുറഞ്ഞു വരാൻ തുടങ്ങി. 32 വയസ്സാകുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ അവിടെ മരിക്കാൻ തുടങ്ങി എന്നാണ് പറയുക. പക്ഷേ ഇപ്പോഴത്തെ അത് നോക്കിയേ 69 ആണ് അല്ലേ. കൂടുതൽ ആൾക്കാരും ഒരു 69 ഇയേഴ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ച് ഇവിടെ പറയേണ്ടത്. ദെൻ എക്സ്റ്റെൻസീവ് പോവർട്ടി, അതായത് പോവർട്ടി വളരെയധികം കൂടുതലായിരുന്നു എന്നുള്ളതും നമ്മുടെ ഡെമോഗ്രഫിക് കണ്ടീഷന്റെ മറ്റൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ് ഓഫ് ഒക്യുപ്പേഷണൽ സെക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 3 ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെർഷ്യറി സെക്ടർ ഉണ്ട്. ഇതിലേതാ? പ്രൈമറി സെക്ടർ ആണ് അഗ്രികൾച്ചർ സെക്ടർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ ഏതാ? മാനുഫാക്ചറിംഗ് സെക്ടർ അല്ലെ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയാം. ടെർഷ്യറി സെക്ടർ ഏതാണ്? സർവീസ് സെക്ടർ ആണ് അല്ലെ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളൊന്ന് വെച്ച് നോക്കുക. ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 70 to 75% ഓഫ് ദി പോപ്പുലേഷൻ വേർഡ് ഡിപ്പെൻഡ്സ് ഓൺ എവിടെയാണ്? അഗ്രികൾച്ചർ സെക്ടറിലാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3/4% അല്ലെ, 4/3 പേരും എന്തായിരുന്നു? നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. സോ ആ കോൺസെപ്റ്റ് വെച്ച് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ 70 to 75% ആൾക്കാരും വർക്ക് ഫോഴ്സും ഉള്ളത് അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ദെൻ 15 to 20% എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് നോക്കിയാൽ സർവീസ് സെക്ടറാണ്. അപ്പോൾ 10% മാത്രമേ ഉള്ളൂ. അതായത് ഹോൾ പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷനിൽ 10% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരായിട്ട്. ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് മക്കളെ റോഡ്, ട്രാൻസ്പോർട്ടേഷൻ ഉള്ള കോൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ എന്തെല്ലാം ഡെവലപ്മെന്റൽ സ്ട്രാറ്റജീസ് ആണ്, ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത് നമുക്ക് ആദ്യം അറിയേണ്ടതുണ്ട് അല്ലേ. ബേസിക് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് സച്ച് ആസ് റെയിൽവേസ്, പോർട്സ് ആൻഡ് ടെലഗ്രാഫ്സ് വേർ ഡെവലപ്ഡ്. ഈ 3 കോൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. റെയിൽവേസ്, പോർട്സ്, ടെലഗ്രാഫ്സ്, ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ബ്രിട്ടൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ദെൻ നെക്സ്റ്റ് നോക്കി, its real motive was not to provide basic amenities to the people but to protect various colonial interests. അതായത് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എല്ലാം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തതിൻ്റെ, ഇംപ്ലിമെന്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ബ്രിട്ടന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം ഇവിടെ അവരെ ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് മെയിൻ ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്. ദെൻ റോഡ്സ് കൺസ്ട്രക്റ്റഡ് വാസ് നോട്ട് ഫിറ്റ് ഫോർ ട്രാൻസ്പോർട്ട്. അവർ റോഡ്സ് കൺസ്ട്രക്ട് ചെയ്തായിരുന്നു, പക്ഷെ അത് ട്രാൻസ്പോർട്ടേഷന് അല്ലെങ്കിൽ ഒരു ബെറ്റർ ട്രാൻസ്പോർട്ടേഷന് പറ്റുന്ന രീതിയിലുള്ള റോഡ്സ് ആയിരുന്നില്ല അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയേണ്ടത്. ദെൻ ബ്രിട്ടൻ ഇൻട്രൊഡ്യൂസ്ഡ് റെയിൽവേസ് ഇൻ ഇന്ത്യ ഇൻ 1850s. നമ്മുടെ 1850s ഒക്കെ ആയപ്പോഴത്തേക്കും ബ്രിട്ടൻ ഇന്ത്യയിൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ ടുക്ക് മെഷേഴ്സ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻലാൻഡ് ട്രേഡ് ആൻഡ് സീ ലൈൻസ്. അതായത് കടൽ മാർഗവും പിന്നെ ഉള്ളിലുള്ള നമ്മുടെ കായൽ മാർഗമൊക്കെ കൂടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ദെൻ പോസ്റ്റൽ സർവീസ് വെർ സ്റ്റാർട്ടഡ് ഇൻ 1837. പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് സെക്ടറിലെ ആ ഒരു കോൺസെപ്റ്റ് കൂടി 1837 ബ്രിട്ടീഷുകാരുടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ ലാസ്റ്റ് എന്താണ്? ടാറ്റ എയർലൈൻസ് 1932 ഒക്കെ ആയപ്പോഴത്തേക്കും ഏവിയേഷൻ സെക്ടറിൽ കൂടി ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ ഇവിടെ സാധിച്ചു എന്നുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസിന്റെ ബേസിൽ ഇവിടെ പറയാനായിട്ടുള്ളത്. സോ ഇത്രയും കോൺസെപ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആയിരുന്നു. ആ ഒരു ലോ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അഗ്രികൾച്ചർ സെക്ടർ, ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടർ,
അതുപോലെ തന്നെ നമ്മുടെ സർവീസ് സെക്ടർ. ഈ 3 കോൺസെപ്റ്റ്, 3 സെക്ടേഴ്സിന്റെ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് അഗ്രികൾച്ചർ സെക്ടർ പറയുമ്പോൾ അതിന്റെ സ്റ്റാഗ്നേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഒരു ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റാഗ്നൻസ് ഫേസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റാഗ്നന്റ് ഫേസ് അഗ്രികൾച്ചറൽ സെക്ടറിൽ വരാനുള്ള റീസൺസ് നമ്മൾ പറഞ്ഞായിരുന്നു, അതർ ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞായിരുന്നു. അതിനൊപ്പം തന്നെ അതിനുശേഷമാണ് നമ്മുടെ ഓരോരോ കാര്യങ്ങളും, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, ദെൻ അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടുണ്ട്. സോ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം തന്നെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ അതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ മക്കളെ. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാന്ന് നോക്കിയേ. ചാപ്റ്റർ നെയിം ഇന്ത്യൻ എക്കോണമി, ദാറ്റ് ഈസ് ഏതാണ് 1950 to 1990. സോ 1950 വരെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ 1950 മുതൽ 1990 വരെയുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ ഇന്ത്യൻ എക്കോണമി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഒരു എക്കോണമിയിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ ആ പ്രൊഡക്ഷനുമായിട്ട് ബേസ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണെന്ത്, വാട്ട് പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് നമുക്ക് വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻ എന്ത്, ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെയാണ് നമുക്കൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. സോ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. ഏതാണെന്ന് നോക്കിയ ടെക്നിക്സുകൾ, by using labor intensive technique or by using capital intensive technique. ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, കൂടുതലുള്ളതാണ് കേട്ടോ. സോ ലേബർ ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതലായിട്ട് ലേബറേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡ്. ക്യാപിറ്റൽ ഇന്റൻസീവ് അപ്പോൾ എന്തായിരിക്കും, ക്യാപിറ്റൽ അതായത് ടൂൾസ്, മെഷീൻസ്, എക്യുപ്മെന്റ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സുകളാണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക്. സോ നമ്മൾ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ കൂടുതലും ലേബറേഴ്സ് ആണെങ്കിൽ നമ്മൾ ഏത് ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുക, യെസ് ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് ആയിരിക്കും. ഇനി ആ ഏരിയയിലെ ടെക്നോളജീസ് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് ഉപയോഗിച്ചുള്ള പ്രൊഡക്ഷൻ മെത്തേഡ് ആയിരിക്കും അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഈ 3 ക്വസ്റ്റ്യൻസും, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ഈ 3 ക്വസ്റ്റ്യൻസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്കോണമിയിൽ ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഇല്ലേ മക്കളെ, ഈ 3 ക്വസ്റ്റ്യൻസിനെയും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ഓരോ എക്കോണമിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ഇതിന് പകരമായിട്ട് ഇതിന് ബേസ് ചെയ്തുകൊണ്ട് 3 ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, ദെൻ സോഷ്യലിസം ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി, ആൻഡ് ദ ലാസ്റ്റ് വൺ മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്, അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. പ്രൈവറ്റ് മെക്കാനിസം അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം ആണ് അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ അല്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കുക. അതിനൊപ്പം തന്നെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. പ്രോഫിറ്റ് അല്ലെ, ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും ക്യാപിറ്റലിസത്തിൽ കൂടുതലായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അതിന്റെ നേരെ തിരിച്ചായിരിക്കും. ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് അതോറിറ്റി അവർ നമ്മുടെ എക്കോണമിയിലെ 3 പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു എക്കോണമിയാണ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, സോ അതിൽ തന്നെ അതിന്റെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, സോഷ്യൽ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. മനുഷ്യരുടെ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളുടെയും ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ അവിടെ സെൻട്രലി പ്ലാൻഡ് എക്കോണമി നമുക്ക് അവിടെ പറയാം കേട്ടോ. ദെൻ മൂന്നാമത്തെയാണ് മിക്സ്ഡ് എക്കോണമി. ആ പേരിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്താ, മിക്സഡ് ആണ് അല്ലേ. ആദ്യം പറഞ്ഞിരിക്കുന്ന 2 ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റത്തിന്റെയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി. സോ വി ക്യാൻ ഫൈൻഡ് the major features of both capitalism and socialism in this economy. നമ്മുടെ പ്രൈവറ്റ് മെക്കാനിസവും അതുപോലെ തന്നെ
ഒരു ഗവൺമെന്റ് ഒരു കൺട്രോളും ഈ പറയുന്ന മിക്സഡ് എക്കോണമിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി അതൊരു മിക്സഡ് എക്കോണമിക്ക് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഹോൾ വേൾഡിലുള്ള മിക്ക കൺട്രീസും ഈ പറയുന്ന മിക്സഡ് എക്കോണമിയാണ് ഫോളോ ചെയ്യുന്നത് കൂടി നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈന, റഷ്യ അതുപോലുള്ള കൺട്രീസ് ഒക്കെ കൂടുതലും സോഷ്യലിസ്റ്റ് എക്കോണമീസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിക്കൊണ്ട് മിക്സഡ് എക്കോണമിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. കാര്യം എന്താ, അവിടെ മാത്രമാണ് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് നടത്തിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. രണ്ടുപേരും പ്രൈവറ്റ് മെക്കാനിസവും അതുപോലെ തന്നെ ഗവൺമെന്റും കൂടി രണ്ടുപേരും കൂടി നല്ല രീതിയിൽ നല്ല റിലേഷനിലൂടെ പോയി നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്താൽ മാത്രമാണ് ആ എക്കോണമിക് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് പ്ലാനിങ് എന്ന് പറയാം അല്ലേ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ. In 1950, the Planning Commission was set up with the Prime Minister as the chairperson. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് പ്ലാനിങ് നടത്തുന്നത്? ആ ഒരു കൺട്രി അല്ലെങ്കിൽ ആ ഒരു എക്കോണമിയെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ, ഗ്രോത്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവരവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് വെച്ചേക്കാം, ഇറ്റ്സ് എ ഗോൾ ഓറിയന്റഡ് അപ്രോച്ച് ആണ്. ഇനി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ അവിടെ 1950 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇനി ഇതിന്റെ ബേസിലാണ് നമ്മളെ സോവിയറ്റ് യൂണിയനിൽ നിന്നും അവർ നോക്കി, അതായത് നമ്മൾ ഇന്ത്യ എല്ലാ കൺട്രീസിനെ വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സോവിയറ്റ് യൂണിയനിൽ അവർ യൂസ് ചെയ്യുന്ന പ്ലാനിങ് വളരെ നല്ല പ്ലാനിങ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് നമ്മുടെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന മോഡല് സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡോപ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം 1951 തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു. സോ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നിങ്ങൾ ഓർത്ത് വെക്കണം 1951 to 56 ആണ്, 5 വർഷം കൂടുമ്പോൾ അല്ലെ. ഈ പറയുന്ന 5 വർഷം, ഓരോ 5 വർഷം കൂടുന്നതിനനുസരിച്ചാണ് പുതിയ പുതിയ പ്ലാനുകൾ അവർ കൊണ്ടുവരുന്നത്. പഞ്ചവത്സര പദ്ധതി. സോ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റിലാണ് കേട്ടോ. ഓരോ 5 വർഷത്തേക്കും കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ആ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ എയിം സെറ്റ് ചെയ്ത് വെച്ചു. ആ എയിമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. അങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു എയിമിനെ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നോക്കും. 5 വർഷത്തിനുള്ളിൽ നമ്മൾ അത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നോക്കും. അതാണ് 5 ഇയർ പ്ലാനിങ്ങിന്റെ മെയിൻ ക്രസ്റ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ളത്. ദെൻ PC Mahalanobis developed the second 5 year plan model. അതുകൊണ്ട് തന്നെ PC Mahalanobis പറയുന്ന ഒരു പേരെന്താണ്, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. സോ ഹി എസ്റ്റാബ്ലിഷ്ഡ് ദ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊൽക്കത്ത ആൻഡ് സ്റ്റാർട്ടഡ് എ ജേർണൽ സംഖ്യ. സോ സംഖ്യ എന്ന് പറയുന്ന ജേർണൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ PC Mahalanobis ആണ്. ദെൻ അദ്ദേഹത്തെ പറയുന്ന മറ്റൊരു പേരാണ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ PC Mahalanobis ആണ്. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ കൺഫ്യൂസ് വരാൻ സാധിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതാ ഇവിടെ നോക്കിയാൽ മക്കളെ, നെക്സ്റ്റ് പോയിന്റ്, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്. നോക്കി, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നതെങ്കിൽ PC Mahalanobis കൊടുക്കുക. പക്ഷേ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ആരാണെന്ന് ചോദിച്ചാൽ അത് വേറെ ആളാണ്. ആരാണ്? ശ്രീ M. വിശ്വേശ്വരയ്യ ആണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ദെൻ ഇതിന്റെ അടുത്ത മെയിൻ ഹെഡിങ്ങിലേക്ക് പോവാണ്. നെക്സ്റ്റ് പോയിന്റ് ഏതാ, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് ഗോൾസ്. 4 ഗോൾസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെയാ ഗ്രോത്ത്, ദെൻ മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഈ 4 കോൺസെപ്റ്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആലോചിച്ച് വെച്ചേക്കുക, ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്, ഇൻക്രീസ് അല്ലെ, ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ കൺട്രി. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കൂടുതൽ നമ്മൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തു, ഗുഡ്സ് ആൻഡ് സർവീസ് എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഗ്രോത്തിൽ പറയാം. പക്ഷെ മോഡേണൈസേഷൻ എങ്ങനെയായിരിക്കും, മോഡേൺ ആവുക അല്ലെ, മോഡേണൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ, പുതിയ ഇന്നോവേറ്റീവ് ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡേണൈസേഷനിൽ പറയുക. അപ്പോൾ പുതിയ ടെക്നോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലെ, എഫിഷ്യൻസി കൂടും, അങ്ങനെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കൂടി കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. അതാണ് ഈ രണ്ടാമത്തെ മോഡേണൈസേഷൻ പറഞ്ഞു വയ്ക്കുന്നത്. മൂന്നാമത്തെ നോക്കിയ സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് അതായത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് പറയുന്നത്. അതായത് വേറൊരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായി തന്നെ എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് സെൽഫ് റിലയൻസിൽ മെയിൻ ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. നാലാമത്താണ് ഇക്വിറ്റി. ആദ്യത്തെ ഈ പറഞ്ഞിരിക്കുന്ന 3
മൂന്ന് കോൺസെപ്റ്റും നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അവിടെ അച്ചീവ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു പിക്ചറാണ് ഓർമ്മ വരേണ്ടത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇക്വിറ്റി എന്ന് പറയുന്ന ഇതിനെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. നോക്കിയേ, ഇക്വാലിറ്റി വേഴ്സസ് ഇക്വിറ്റി അല്ലേ. ഇക്വാലിറ്റിയും ഇക്വിറ്റി നോക്കിയേ. ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവർക്കും സെയിം ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. ഇക്വിറ്റി എന്ന് പറയുമ്പോഴോ ഓരോരുത്തരുടെയും പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് ആ അച്ചീവ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നോക്കി, ഇവിടെ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നുണ്ട്, ഏറ്റവും വലിയൊരു ആൾ കൂടി നിൽക്കുന്നുണ്ട് അല്ലെ. എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്, ആ നടക്കുന്ന കളി കാണുക എന്നുള്ളതാണ്. ആ ഒരു മതിലിന്റെ അപ്പുറത്തുള്ള കളി കാണുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ ആ ഒബ്ജക്റ്റീവിന് നോക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു സാധനം വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധ്യമാകോ? ഇല്ല. അതിന് പകരം ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് ഇക്വിറ്റി നമ്മൾ അവിടെ മെയിൻ ആയിട്ട് നോക്കുന്നത്. സോ ഈ 4 പോയിന്റുമാണ് ഗോൾസ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്: ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇമ്പാക്ട് ഓഫ് 5-year പ്ലാൻസ് ഓൺ അഗ്രികൾച്ചർ. നമ്മൾ അഗ്രികൾച്ചറിന്റെ കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി അതിനുശേഷം നമ്മൾ ഈ 5-year പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം, അതായത് 1951 മുതൽ നമ്മൾ 5-year പ്ലാൻസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഓരോ സെക്ടേഴ്സിലും എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്? വാട്ട് ആർ ദ മേജർ ഇമ്പാക്ട്സ് that has happened in agriculture sector, industrial sector and other service sectors. Okay, so first one എന്താണ്, അഗ്രികൾച്ചർ നോക്കാം. ലാൻഡ് റീഫോംസ് ആണ് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ലാൻഡ് റീഫോം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ലാൻഡ് ലോഡ്സ് ഒക്കെ. ഇവരുടെ എല്ലാവരുടെയും ആ ഒരു അബോളിഷനാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. സോ ലാൻഡ് ലോഡ്സിനെ അവരെ മാറ്റുക. പിന്നെ ലാൻഡ് ടു ദ ടില്ലേഴ്സ്, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ലാൻഡ് ടു ദ ടില്ലേഴ്സ്, അതായത് പണിയെടുക്കുന്നവനായിരിക്കണം അവൻ്റെ ആ ലാൻഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ലാൻഡ് റീഫോം നമ്മൾ ആദ്യത്തെ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാഗ്നേഷന്റെ കാര്യത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു അല്ലേ. അതിനകത്ത് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം പഠിച്ചില്ലായിരുന്നോ? ആ കോൺസെപ്റ്റിലെ അഡ്വേഴ്സ് ആയിട്ട് മാറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ മാറ്റുക എന്നുള്ള രീതിയിലാണ് ലാൻഡ് റിഫോംസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഒന്നും നമുക്ക് ഇവിടെ വേണ്ട. നമുക്കിപ്പോൾ ഒരു റിഫോർമേഷൻ ലാൻഡിന്റെ സെറ്റിൽമെന്റിൽ ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ ഇന്റർമീഡിയറ്റ്സിനെ അബോളിഷ് ചെയ്യുക, ദെൻ റവന്യൂ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കുക. അങ്ങനെയുള്ള കോൺസെപ്റ്റാണ് ലാൻഡ് റിഫോംസിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ലാൻഡ് റിഫോംസ് കൂടി കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. അത് ഈ ലാൻഡ് റിഫോംസ് എന്ന് പറയുമ്പോൾ തന്നെ അതായത് ഫാമേഴ്സിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലേബറേഴ്സിന് ലാൻഡ് കുറവുള്ള ആൾക്കാരുണ്ടാകും, ലാൻഡ് കൂടുതലുള്ള ആൾക്കാരുണ്ടാകും. ഇതിനകത്ത് ലാൻഡ് കുറവുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ലാൻഡ് റിഫോംസ് മെയിനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ നോക്കുമ്പോൾ ലാൻഡ് റിഫോംസ് അവർക്ക് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത്, ലാൻഡ് റിഫോം എന്ന് പറയുന്ന ഈ ഒരു പോളിസി അവരെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ മെയിനായിട്ട് നോക്കി വെക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്, ലാൻഡ് റിഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം വെച്ച് നോക്കുക. പക്ഷേ ആ കറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ അവർക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ. നമ്മുടെ കേരള, വെസ്റ്റ് ബംഗാൾ എന്നുള്ള സ്റ്റേറ്റ്സിലൊക്കെ കുറേയൊക്കെ അത് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഹോൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് അത്രയും സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നാണ് നമുക്ക് അവിടെ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, സോ അതിനകത്ത് മെയിനായിട്ട് ഓർത്ത് വെക്കുക, കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ലാൻഡ് പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാകും ഇല്ലേ, സങ്കടമാവില്ലേ? സോ ഇങ്ങനെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, കോർട്ടിൽ പോയിട്ട് അപ്പീൽ കൊടുക്കും അല്ലെ, കേസ് ഫയൽ ചെയ്യും. ഇങ്ങനെ ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന ലാൻഡ് പോകുമെന്നുള്ളൊരു പേടി വന്നപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, ഈ പറയുന്ന ലാൻഡ് റിഫോമിന്റെ ആ ഒരു പോളിസിയിൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടോ, അപ്പോൾ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം എത്രത്തോളം ലാഗ് ചെയ്യിക്കാൻ പറ്റുമോ അത്രയും ലാഗ് ചെയ്യിക്കാനായിട്ടാണ് നോക്കിയത്. കാരണം ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ കയ്യിലുള്ള ലാൻഡ് അവരുടെ കയ്യിൽ നിന്ന് പോകും. സോ ഇംപ്ലിമെന്റ് ചെയ്യിക്കാതിരിക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്തു. അതുകൊണ്ടാണ് ലാൻഡ് റിഫോം സക്സസ്ഫുൾ അല്ല എന്ന് പറയാനുള്ള റീസൺ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ലാൻഡ് റിഫോമിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യാനായിട്ട് പറയാം, അതും അല്ലെങ്കിൽ ലാൻഡ് റിഫോം വാസ് നോട്ട് സക്സസ്ഫുൾ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്, വൈ, സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ. ഈ രീതിയിലൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ ലാൻഡ് സീലിംഗ് പറഞ്ഞിട്ടുണ്ട്. സീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, മുകളിലാണ് അല്ലേ. സോ ഒരു മാക്സിമം നമ്മുടെ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നതിന് ഒരു മാക്സിമം ലിമിറ്റ് അവിടെ വെക്കുക എന്നുള്ളതാണ് ലാൻഡ് സീലിംഗിൽ പറഞ്ഞിരിക്കുക. അതായത് എല്ലാവരുടെ കയ്യിലും ഈക്വൽ ആയിട്ട് ലാൻഡ് എത്തിയിരിക്കണം, കുറച്ച് പേരുടെ കയ്യിൽ മാത്രമായിട്ട് കൂടുതൽ ലാൻഡ് ഹോൾഡ് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ലാൻഡ് സീലിംഗ് അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയേ,
ഗ്രീൻ റെവല്യൂഷൻ ആണ്, അതായത് ഹരിത വിപ്ലവം അല്ലേ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റും കൂടി നമ്മുടെ 5 ഇയർ പ്ലാന്റെ ബേസിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ഒരു മെയിൻ പോയിന്റ് ആണ്. ചിലതിൽ നമുക്ക് ലാൻഡ് റീഫോം, ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ള രീതിയിൽ 2 പോയിന്റ് ആയിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാൻഡ് സീലിംഗ് നിങ്ങൾക്ക് ലാൻഡ് റീഫോമിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വെച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഗ്രീൻ റെവല്യൂഷന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് നമുക്ക് അറിയേണ്ടത്. 2 ഫേസ് ഉള്ള രീതിയിലാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിന്റെ കറക്റ്റ് ഇയർ ഓർത്ത് വെച്ചേക്കുക, മിഡ് 1960s ടു മിഡ് 1970s ആണ് അല്ലെ. 1965 ഒക്കെ ആയപ്പോഴത്തേക്കാണ് അത് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഫേസ് എന്താണെന്ന് നോക്കിയേ, മിഡ് 1970s ടു മിഡ് 1980s. സോ ഒരു 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും അവരവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക, ഫസ്റ്റത്തെ ഫേസിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വീറ്റ് പോലുള്ള ക്രോപ്പുകൾക്കാണ്. ദെൻ അതിനുശേഷം സെക്കൻഡ് ഫേസിൽ കുറച്ചുകൂടി ഒരു ഡെവലപ്മെന്റ് വരുന്ന രീതിയിൽ, കുറെ കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇപ്പോൾ വീറ്റും അതുപോലെ തന്നെ റൈസ്, മെയ്സ് അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾക്ക്, അങ്ങനെയുള്ള ക്രോപ്പുകളിലേക്ക് കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് സെക്കൻഡ് ഫേസിൽ അവിടെ പറയാനുള്ള റീസൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷനിൽ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് എലമെന്റ്സ് ആണ് അല്ലെ, ബേസിക് എലമെന്റ്സ്. അതായത് ഗ്രീൻ റെവല്യൂഷനിലെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണെന്ന് നോക്കാലോ. ഫസ്റ്റ് പോയിന്റ് നോക്കി, ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്. നമ്മുടെ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിൽ ഓർമ്മ വരേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഹൈ yielding വെറൈറ്റി ഓഫ് സീഡ്സ്, HYV സീഡ്സ്. അതായത് നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ പറയുക അല്ലെ. നല്ല ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി, കൂടുതൽ ക്വാണ്ടിറ്റി നൽകുന്ന സീഡ്സ് ആണ് ഇങ്ങനെയുള്ള HYV സീഡ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സീഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഈ പറയുന്ന 5 ഇയർ പ്ലാന്റെ ബേസിലാണ്, നമ്മുടെ ഗ്രീൻ റെവല്യൂഷനിൽ കൊണ്ടുവന്നിട്ടുള്ള കോൺസെപ്റ്റിന്റെ ബേസിലാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് എന്താ, ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലേ. സോ വെള്ളം, അതായത് അഗ്രികൾച്ചർ ഫീൽഡ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നു, കൂടുതലും വാട്ടറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു സിസ്റ്റമാണ്, അഗ്രികൾച്ചർ സിസ്റ്റമാണ് നമ്മളിവിടെ അല്ലെങ്കിൽ ഫോളോ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും പുതിയ മെത്തേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഗ്രീൻ റെവല്യൂഷനിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ മൂന്നാമത്തെ എന്താണ്, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. അതായത് കീടനാശിനികളും രാസവളങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതും ഇതിന്റെ ഒരു എലമെന്റ് ആയിട്ട് പറയണം. സോ ഈ ഒരു കോൺസെപ്റ്റ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഫെർട്ടിലിറ്റി, സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത അല്ലെ, അതായത് ഫെർട്ടിലിറ്റിനെ എന്ത് ചെയ്യും, അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ഫ്യൂച്ചറിൽ, അതായത് പിന്നെയും യൂസ് ചെയ്ത് ആ മണ്ണിൽ പിന്നെ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി, ഔട്ട്പുട്ട്, ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റാതെ വരും. അതാണ് മൂന്നാമത്തെ പോയിന്റിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ നാലാമത്തെ എന്താണെന്ന് നോക്കിയേ, ഫാം മെക്കനൈസേഷൻ ആണ്. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ട്രാക്ടേഴ്സ്, പമ്പ്സ് എക്സെട്ര. ഇപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അഗ്രികൾച്ചർ സെക്ടറും പണ്ടത്തെ അഗ്രികൾച്ചറൽ ഫീൽഡ് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോഴും നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലെ ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്, അതുപോലെ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടൂൾസ്, മെത്തേഡ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുപോലൊന്നും ആയിരുന്നില്ല നമ്മുടെ പണ്ടത്തെ ട്രഡീഷണൽ അഗ്രികൾച്ചറൽ ഫീൽഡിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൂടി നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഒരു എലമെന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക, ലോൺ ആണ് കേട്ടോ, അഗ്രികൾച്ചറൽ ഫാമേഴ്സിന് കൊടുക്കുന്ന ലോണാണ്. ഈ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സബ്സിഡൈസ്ഡ് റേറ്റിൽ, അതായത് കുറച്ച റേറ്റിൽ അവർക്ക് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന് മറ്റൊരു ഇൻസെന്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എലമെന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. സോ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുമ്പോഴത്തേക്കും അത് അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസമാണ് അല്ലെ. നല്ല രീതിയിൽ അത് ഒരു പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ടൂൾസ് മറ്റു സാധനങ്ങളൊക്കെ വേണ്ടി വരും. അത് വാങ്ങാൻ പൈസ ഇല്ലാതാകുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യും, ബാങ്കിൽ പോയി ലോൺ എടുക്കും അല്ലെ. ഇങ്ങനെ ലോൺ എടുക്കാൻ സമയത്ത് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിലോ അവർക്ക് അത് ശരിക്കും പറഞ്ഞ ആശ്വാസമാണ് അല്ലെ. സോ അതുപോലെ ആ ഒരു രീതിയിൽ ഇൻസെന്റീവ് ആയിട്ട് കൊടുത്തുകൊണ്ട് ഇവരെ കൂടുതലായിട്ട് അഗ്രികൾച്ചർ സെക്ടറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തോടു കൂടിയാണ് സബ്സിഡൈസ്ഡ് റേറ്റിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് തുടങ്ങിയത്. ദെൻ പ്രൊമോഷൻ ഓഫ് റിസർച്ച് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക്
റിസർച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് മറ്റൊരു പോയിന്റ് ആയിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ഇങ്ങനെ റിസർച്ച് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെ രീതിയിൽ നമുക്ക് പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജീസും അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും, പുതിയ ക്രോപ്പിംഗ് പാറ്റേൺ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കും, അറിയാൻ സാധിക്കും. സോ എന്തെല്ലാം പ്രോബ്ലംസ് ഓരോ ലേബറേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്, അതിന് സോയിലിന്റെ ബേസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് അവിടെ നടത്തിയാലേ ശരിയാവുള്ളൂ. സോ നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ എലമെന്റ് ആയിട്ട് പറയേണ്ട ലാസ്റ്റ് പോയിന്റ് കൂടിയാണ് പ്രൊമോഷൻ ഓഫ് റിസർച്ച് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഗ്രീൻ റെവല്യൂഷൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ചേഞ്ച് ആണ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു കോൺസെപ്റ്റ് ആലോചിച്ച് വെച്ചേക്കാം, നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ് ആണ് കേട്ടോ. ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് പോയിന്റ് എന്താ നോക്കിയേ, നെക്സ്റ്റ് ഡ്രോബാക്സ് ആണ്. ഈ ഡ്രോബാക്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷനിലേക്കാണ് നമ്മൾ അത് ആഡ് ചെയ്ത് വെക്കേണ്ടത്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയുന്നു. പിന്നെ ഇതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് HYV സീഡ്സ് കൂടുതലായിട്ട് വാട്ടർ അഡോപ്റ്റ് അല്ലെങ്കിൽ വാട്ടർ നീഡഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുകളാണ് അല്ലേ. സോ അതുകൊണ്ട് കൂടുതലായിട്ട് ഓവറായിട്ട് വാട്ടറിനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള റീസൺ ഉണ്ട്. അത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് അവിടെ പറയാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള മെയിൻ കോൺസെപ്റ്റ് ആണ് സബ്സിഡീസ്. സബ്സിഡീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് കുറഞ്ഞ റേറ്റിൽ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് സബ്സിഡി. സബ്സിഡൈസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഇൻപുട്ടുകളൊക്കെ റോ മെറ്റീരിയൽസ് എല്ലാം കുറഞ്ഞ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് സബ്സിഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഒരു ഡിബേറ്റ് വരാൻ തന്നെ ഒരു കാരണമായിട്ടുണ്ട്. എന്താണ് സബ്സിഡി അവിടെ ഒരു ഫേവറബിൾ ആർഗ്യുമെന്റ് ആയിട്ടും അൺഫേവറബിൾ ആർഗ്യുമെന്റ് ആയിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഫേവറബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ ലേബറേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഫേവറബിൾ ആർഗ്യുമെന്റ് നമുക്ക് അവിടെ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഓർത്ത് വെക്കണം. ആർഗ്യുമെന്റ്സ് നല്ല രീതിയിൽ പറഞ്ഞു വെക്കുക. അതായത് സബ്സിഡീസ് നല്ലതാണ്, പോസിറ്റീവാണ്, എല്ലാം പോസിറ്റീവ് മൈൻഡിൽ തന്നെ എടുത്ത് പറയുമ്പോഴാണ് സബ്സിഡീസിന്റെ ഫേവറബിൾ ആർഗ്യുമെന്റ് പറഞ്ഞു വെക്കേണ്ടത്. ദെൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അൺഫേവറബിൾ ആർഗ്യുമെന്റ് പറയുമ്പോൾ അതെന്തായിരിക്കും ഉദ്ദേശിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ഈ സബ്സിഡീസ് കൊടുക്കുന്ന ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കുമല്ലോ. ഇങ്ങനെ ഗവൺമെന്റ് സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന് അതൊരു നഷ്ടമല്ലേ അല്ലേ. ഈ നഷ്ടമാണ് അൺഫേവറബിൾ ആർഗ്യുമെന്റിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇങ്ങനെ ക്യാഷ് കൊടുത്ത് ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ബേർഡൻ കൂടുകയാണ് ചെയ്തത്. ബേർഡൻ ആണതല്ലേ. അപ്പോൾ ആ ഒരു ബേർഡൻ കൂടി വരുമ്പോഴത്തേക്കും പിന്നെ അത് മീറ്റ് ചെയ്യാനായിട്ട് വേറെ കുറേ കടം ഗവൺമെന്റിന് എടുക്കേണ്ടി വരും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ അൺഫേവറബിൾ ആർഗ്യുമെന്റിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്യാം. എന്താണ്, ഇങ്ങനെ സബ്സിഡീസ് കൊടുക്കുമ്പോൾ അത് എത്തേണ്ടവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പോയിന്റ് കൂടി അൺഫേവറബിൾ ആർഗ്യുമെന്റിൽ നമുക്ക് അവിടെ പറഞ്ഞു വയ്ക്കും. ഡിബേറ്റ് ആണ് അല്ലേ. അതായത് ഒരാളോട് നല്ല കാര്യം പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മറ്റേയാൾ അതിനൊരു അൺഫേവറബിൾ ആർഗ്യുമെന്റ് പറഞ്ഞിരിക്കും. ഈ രീതിയിലാണ് നമ്മുടെ ഈ ഡിബേറ്റ് ഇവിടെ നടന്നു പോയിട്ടുള്ളത്. ഒരെണ്ണം പോസിറ്റീവ് പറയുമ്പോൾ മറ്റേയാൾ നെഗറ്റീവ് പറയും. അതിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള രീതിയിലായിരിക്കും അത് പറഞ്ഞു വയ്ക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ സബ്സിഡീസിന്റെ കാര്യത്തിലും ഒരു പോസിറ്റീവ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് പോയിന്റ് അവിടെ വന്നിട്ടുണ്ടാകും. സോ ആ രീതിയിൽ അത് പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, ദാറ്റ് ഈസ് IPR 1956. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അഗ്രികൾച്ചറിന്റെ കാര്യമായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിന്റെ കാര്യങ്ങളാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കാര്യത്തിൽ IPR 1956 ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കിയേ, ദിസ് ഫോംഡ് ഇൻ second 5-year plan as a comprehensive statement for industrial development in India. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് IPR 1950. IPR എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ 1956 ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് സെക്കൻഡ് 5-year പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് കൂടിയാണ് കേട്ടോ. സോ ദിസ് റെസൊല്യൂഷൻ ക്ലാസിഫൈഡ് ഇൻഡസ്ട്രീസ് ഇൻ ടു 3 കാറ്റഗറീസ്. നമ്മുടെ ഇൻഡസ്ട്രീസിനെ, ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രീസിനെ മൊത്തത്തിൽ 3 കാറ്റഗറി ആയിട്ടാണ് ഇവർ IPR ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ഇൻഡസ്ട്രീസ് വിച്ച് വുഡ് ബി എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് ആയിരിക്കും ഈ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇൻഡസ്ട്രീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ക്ലാസിഫൈ ചെയ്യുമ്പോൾ കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്. ആ ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ കൺസിഡർ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതെല്ലാം സ്റ്റേറ്റ് മാത്രമായിരിക്കും, അതായത് ഗവൺമെന്റ് മാത്രമായിരിക്കും. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയേ, those industries that only state have the responsibility to start new units and the private sector was required only to supplement the efforts of the state. അതായത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ അവിടെയും ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് തന്നെയാണ്, ഗവൺമെന്റ് തന്നെയാണ് അവിടെ ഓൺ ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ,
ചില കാര്യങ്ങളിലെ ചില ആക്ടിവിറ്റീസ് ഒന്ന് സപ്ലിമെന്റ് ചെയ്യാനായിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിനെയും കൂടി അവിടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തെ എന്താ നോക്കിയേ, റിമൈനിങ് ഇൻഡസ്ട്രീസ് വേർ ടു ബി അണ്ടർ ദി പ്രൈവറ്റ് കൺട്രോൾ. അതായത് ഈ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന് നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് കാറ്റഗറിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എല്ലാം തന്നെ അവരുടെ കൺട്രോൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ കൺട്രോളിലായിരിക്കും എന്നാണ് പറഞ്ഞു വെക്കേണ്ടത്. ഈ മൂന്ന് കോൺസെപ്റ്റും വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇതിൽ നിന്നും ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് റെസൊല്യൂഷന്റെ മറ്റൊരു പോയിന്റ് പറയാണ്, നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ് അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്റ്റെയിൻ ഫ്രം ദി ഗവൺമെന്റ്. ഗവൺമെന്റിൽ നിന്നും ഒരു ലൈസൻസ് കിട്ടാതെ ഒരു ഇൻഡസ്ട്രിക്ക് പോലും പുതിയതായിട്ട് അവിടെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് റൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയേണ്ടത്. സോ IPR കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂള് തന്നെയാണിത്. എന്താ, ലൈസൻസ് ഇല്ലാതെ ഒരാൾ ഇവിടെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല. ദെൻ നെക്സ്റ്റ്, industrial units will get license easily when it established in an economically backward area. അതായത് അത്രയും ഡെവലപ്ഡ് അല്ലാത്ത ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ചെറുതായിട്ട് ഒരു ലൈസൻസ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയയിൽ അവർ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത്? എന്തിനായിരിക്കും? കാര്യം എന്താ, അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയസിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് അല്ലേ. ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇന്ത്യ ശരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കിയപ്പോഴത്തേക്കും വേറെ കുറച്ച് ഏരിയസ് ഒന്നും കുഴപ്പമില്ല, ഈ പറയുന്ന ബാക്ക്വേർഡ് ഏരിയാസിന് കുറച്ചുകൂടി ഡെവലപ്മെന്റ് ആവശ്യമാണ്. സോ ആരെങ്കിലും ബാക്ക്വേർഡ് ഏരിയാസിൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നാൽ അവർക്ക് കുറച്ച് കൺസെഷൻ കൊടുത്തേക്ക്, അവർക്ക് വേഗം തന്നെ എന്ത് ചെയ്യാം, ലൈസൻസ് കൊടുത്തേക്ക് എന്നുള്ള രീതിയാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ സച്ച് യൂണിറ്റ്സ് വെർ ഗിവൻ ടാക്സ് ബെനിഫിറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അറ്റ് എ ലോവർ ടാരിഫ്. അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കുറവായിരിക്കും, ടാരിഫ് കുറവായിരിക്കും, ഇങ്ങനെയുള്ള കുറെ ഇൻസെന്റീവ്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണ്, നമ്മുടെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ഏരിയയിൽ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുള്ളൂ. സോ ദിസ് വിൽ പ്രൊമോട്ട് റീജിയണൽ ഇക്വാലിറ്റി. അങ്ങനെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയിൽ കുറെ കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവരെയും കൂടി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ റീജിയണൽ ഇക്വാലിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറഞ്ഞു വെക്കുന്നത്. ദെൻ existing industries also had to obtain a license for expanding the output or for producing new variety of goods. അതായത് അവരുടെ ഏരിയ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് പുതിയതായിട്ട് അല്ലെങ്കിൽ അവരുടെ ഏരിയ കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു ഗുഡ്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവർ അതിന് ലൈസൻസ് വാങ്ങിക്കണം എന്നാണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഇഫ് ദേ ആർ ട്രൈങ് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ ട്രൈങ് ടു എക്സ്പാൻഡ് ദെയർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, still they have to get the license from the government. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും കൂടുതലായിട്ട് ഒരു ലൈസൻസ് കൂടി അവർക്ക് അതിനു വേണ്ടി വാങ്ങിക്കേണ്ടതുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ ഒരു പോർഷനിൽ വരാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ അതാ ഫസ്റ്റ് പോയിന്റ് നോക്കി, എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. ദ ഗവൺമെന്റ് അപ്പോയിന്റഡ് ദ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി, ഓൾസോ കോൾഡ് ഖാർവേ കമ്മിറ്റി. എന്താണെന്ന് നോക്കിയേ, ദ നെക്സ്റ്റ് പോയിന്റ്, Kharve Committee that was introduced in 1955. അതായത് 1955 ഇൻഡസ്ട്രിയൽ സെക്ടറിനെ, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറെ കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ദ കാർവേ കമ്മിറ്റി. ഓക്കെ, അതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് നോക്കിയാലോ, it's to commend the small scale industries for rural development. അതായത് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ തന്നെയാണ് അവർ പറഞ്ഞു വെക്കുകയാണ്. ദെൻ രണ്ടാമത്തെ എന്താണെന്ന് നോക്കിയേ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ഓൺ ദ ബേസിസ് ഓഫ് എ യൂണിറ്റ്. അതായത് ഓരോ ഇൻഡസ്ട്രീസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുക? സ്മോൾ സ്കെയിൽ ആണ് അല്ലേ. സ്മോൾ സ്കെയിൽ അതായത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അസറ്റ് വളരെയധികം കുറവുള്ള ഇൻഡസ്ട്രീസ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ദ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ഓൺ ദി അസറ്റ്സ് ഓഫ് എ യൂണിറ്റ്. ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയൽ യൂണിറ്റിന്റെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ, ക്യാപിറ്റൽ അല്ലെങ്കിൽ അസറ്റ് എത്രയാണോ അതിന്റെ ബേസിലാണ് നമ്മൾ അതിനെ സ്മോൾ സ്കെയിൽ ആണോ അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രീസ് ആണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കിയേ, the limit has been revised over the years. In 1950 it was 5 lakh and presently it is 5 crore. അതായത്
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്തതിന്റെ പ്രകാരം ഇൻവെസ്റ്റ്മെന്റ്, മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ എത്രയായിരുന്നു? 5 ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പൊ അത് എത്രയാണ്? 5 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. 5 crore. സോ മിനിമം 5 crore എങ്കിലും അല്ലെങ്കിൽ മാക്സിമം 5 crore എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രീനെ നമുക്ക് എന്ത് പറയാം? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കിയേ, അഡ്വാൻറ്റേജസ് ആണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ മേജർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയോളൂ. uses labor intensive technology and hence creates many employment opportunities. അതായത് ആളുകളെ, ലേബറേഴ്സിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അവിടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, capital required is low and hence suitable for a capital scarce country like India. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഒരു ലേബർ അബണ്ടന്റ് ആയിട്ടുള്ള, നമുക്ക് പോപ്പുലേഷൻ തന്നെ നോക്കിയാൽ തന്നെ അറിയാലോ, വളരെയധികം കൂടുതലാണ് അല്ലേ. സോ അതുകൊണ്ട് ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഇന്ത്യ ഒരു ലേബർ അബണ്ടന്റ് എന്ന് വെച്ചാൽ എന്താ? കൂടുതലുള്ളത്. ലേബർ അബണ്ടന്റ് കൺട്രി ആയതുകൊണ്ടും ക്യാപിറ്റലി സ്കേഴ്സ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട്, അതായത് അധികം ക്യാപിറ്റൽ ഒന്നും ഇല്ലാത്തൊരു കൺട്രി ആയതുകൊണ്ടും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ് പ്രൊമോട്ട്സ് ഡെവലപ്മെന്റ് ഓഫ് റൂറൽ ഏരിയാസ്. എന്തുകൊണ്ടാണ് റൂറൽ ഏരിയ ഡെവലപ്മെന്റ് അവിടെ വരുന്നത്? കാരണം കൂടുതൽ ആൾക്കാരും ഈ പറയുന്ന മാനുവൽ വർക്ക്സും അല്ലെങ്കിൽ സ്കില്ല് ഈ പറയുന്ന രീതിയിലുള്ള കൂടുതലായിട്ടുള്ളത് നമ്മുടെ റൂറൽ ഏരിയാസിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയമൊക്കെ അവരെന്തായിരിക്കും? വെറുതെ, മിക്ക സമയം അവർ വെറുതെ ഇരിക്കുമായിരിക്കും അല്ലേ. സോ ആ ടൈമിൽ അവരെന്ത് ചെയ്യും? വേറെ കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് അവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ റൂറൽ ഏരിയയിലെ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ മോസ്റ്റ്ലി യൂസേഴ്സ് ലോക്കലി അവൈലബിൾ ഇൻപുട്സ് ആൻഡ് ഹെൻസ് ദേ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ്. അതായത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അവരുടെ സ്വന്തം ചുറ്റുപാടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ സാധനങ്ങൾ അവരെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചെറുകിട വ്യവസായം എന്നുള്ളതിന് പറയാം. അപ്പോൾ ആ ഒരു വ്യവസായത്തിലേക്ക് അവിടെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രമായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫോറിൻ കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം അവർക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജസ് അവിടെ അവർ പറയുന്നത്. ദെൻ അടുത്ത എന്താ നോക്കിയേ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ കൺസിഡർഡ് ടു ബി എഫിഷ്യൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസിയർ ടു മാനേജ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളത്, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വളരെയധികം അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ അത് കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറാൻ സാധിക്കുമെന്നാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ് എന്താ, മോസ്റ്റ്ലി യൂസസ് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജീസ് ആൻഡ് ഹെൻസ് ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ. ഇവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും. അത് മാത്രമല്ല അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ പൊല്യൂഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത, അധികം പൊല്യൂഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത സാധനങ്ങളായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ അവിടെ വളരെയധികം കുറവായിരിക്കും. ദെൻ സ്ട്രോങ് ലിങ്കേജ് വിത്ത് അഗ്രികൾച്ചർ സെക്ടർ പ്രൊമോട്ട്സ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. നമ്മുടെ അഗ്രികൾച്ചറിൽ നല്ലൊരു ലിങ്കേജ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? ഈ അഗ്രികൾച്ചർ സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ബാക്കി വരുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റൺ ചെയ്യുന്നത്. സോ അവർക്ക് തമ്മിലൊരു എന്താ പറയുക, ഒരു കണക്ഷൻ ഉണ്ട് അല്ലേ, ഒരു റിലേഷൻഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ അഗ്രികൾച്ചർ സെക്ടറിലെ ഔട്ട്പുട്ടും സ്മോൾ സ്കെയിൽ സെക്ടറിലെ ഔട്ട്പുട്ടും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് അവിടെ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ, ഇൻക്രീസ് ദ ഫിസ്ക്കൽ ബർഡൻ ഓഫ് ദ ഗവൺമെന്റ് ഡ്യൂ ടു സബ്സിഡീസ് ആൻഡ് കൺസെഷൻസ്. അതായത് നമ്മൾ സബ്സിഡീസിന്റെ ഡിബേറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഗവൺമെന്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബേർഡൻ ആണെന്ന് പറഞ്ഞു അല്ലേ. സോ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇൻക്രീസ് ഫിസ്ക്കൽ ബേർഡൻ ഓഫ് ദി ഗവൺമെന്റ് ഡ്യൂ ടു സബ്സിഡീസ് ആൻഡ് കൺസെഷൻസ്. ഇതുപോലെ സബ്സിഡീസും കൺസെഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഗവൺമെന്റിന് അതൊരു ഫിസ്ക്കൽ ബേർഡൻ ആയിട്ട് മാറിയെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഫിസ്ക്കൽ ബേർഡൻ, ഈ ഫിസ്ക്കൽ എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റിന്റെ മെഷേഴ്സിനെയാണ് പറയുന്നത് കേട്ടോ. ഗവൺമെന്റിന്റെ പോളിസീസിനെയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുക. അത് ഓർത്ത് വെച്ചേക്കുക, കാരണം നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. ഓക്കെ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ. അതായത് റോ മെറ്റീരിയൽസ് ഇവിടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പുറത്ത് നമ്മൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ലെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വളരെയധികം കൂടാനുള്ള ചാൻസും ഇടയ്ക്ക് വരാറുണ്ട്. അത് പ്രൊഡക്ഷൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി കുറയുന്നതുകൊണ്ടാകാം ഈ ഒരു കോസ്റ്റ് കൂടി വരിക. അതായത് അവൈലബിലിറ്റി കുറവാണ്,
പക്ഷേ അതിന് ഡിമാൻഡ് കൂടി വന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രൈസ് കൂടില്ലേ? അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നോക്കിയേ, അൺഏബിൾ ടു എൻജോയ് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ, അതായത് പ്രൊഡക്ഷന്റെ അവൈലബിലിറ്റി എഫിഷ്യൻസി കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് അവർക്കവിടെ ചില സമയങ്ങളിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് അവിടെ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ്, difficult to obtain bank credit, power supply, etc. especially in the backward regions. നമ്മൾ ബാക്ക്വേർഡ് റീജിയൻസിന് റീജിയണൽ ഇക്വാലിറ്റി കൊണ്ടുവരാനായിട്ട് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? പക്ഷെ എങ്കിൽ പോലും ഇൻ റിയൽ ലൈഫിൽ അവർക്ക് അതിനുള്ള ഒരു അവൈലബിലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഫെസിലിറ്റീസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതേ നോക്കി, ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ബാങ്ക് ക്രെഡിറ്റ്, പവർ സപ്ലൈ എക്സെട്ര. അവർ ഇലക്ട്രിസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ കൺസെഷൻ റേറ്റിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കയ്യിലേക്ക് നേരിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നമായിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ട്രേഡ് പോളിസി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ട്രേഡ് പോളിസി. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? നിങ്ങളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ, ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ, ഫുട്ബോളാണ് അത് മെയിനായിട്ട് കേൾക്കുന്നത് അല്ലേ? സബ് ഇറക്കുക എന്ന് പറയില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറിയിരിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സോ ദ ഗവൺമെന്റ് പ്രൊട്ടക്ട്സ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ, അതായത് ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. കാര്യം എന്താ? ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സെയിം പ്രൊഡക്റ്റുകൾ ബ്രിട്ടനിൽ അല്ലെങ്കിൽ വേറെ ഫോറിൻ കൺട്രീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. രണ്ടും സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷേ നമുക്കൊരു ഇതുണ്ട് അല്ലേ? അതായത് പുറത്തുനിന്ന് ഒരു വരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കുറച്ച് ഡിമാൻഡ് കൂടുതൽ. ചിലപ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് കുറവായിരിക്കാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് വാങ്ങിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഇതിന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടുതൽ ഡിമാൻഡ് അവിടെ കൂടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന്റെ ഗുഡ്സിന് ഡിമാൻഡ് ഇല്ലാതെയോ അല്ലേ? ഇങ്ങനെ ഡിമാൻഡ് കുറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഇവിടെ പോളിസീസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയേ, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ അവിടെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. സോ അതെങ്ങനെയായിരിക്കും നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, 2 പോയിന്റാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കാം, ടാരിഫ്. Tariff are the taxes imposed on imported goods which causes the prices of these products to rise and thereby discourage their consumption or use. അതായത് ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക. എങ്ങനെയാ? ടാക്സ് വെച്ചുകൊണ്ട്. ഇമ്പോസ്ഡ് ഓൺ ദ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ പ്രൈസിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. എങ്ങനെയാ? ടാക്സ് ചുമത്തും അതിനകത്ത്. അങ്ങനെ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ, ടാക്സ് ചുമത്തി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിന്റെ പ്രൈസ് കൂടും. അങ്ങനെ പ്രൈസ് കൂടിയാൽ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും അത് വാങ്ങിക്കാതെ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ വാങ്ങിക്കാനുള്ള ചാൻസ് വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ this will causes the price of these products to rise and thereby discourage their consumption. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത്? ക്വാട്ടാസ്. ക്വാട്ട എന്ന് പറയുമ്പോൾ തന്നെ ക്വാണ്ടിറ്റി ആണ്. നോക്കിയേ, the quotas are the quantitative restrictions on imports. It specifies the maximum quantity of goods that can be imported, thus restricts imports beyond a certain limit. അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസ് വയ്ക്കുകയാണ്. അതായത് ഇത്ര ക്വാണ്ടിറ്റിയിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, ഇത്ര ക്വാണ്ടിറ്റീസ് മാത്രമേ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് ക്വാട്ട. സോ ഈ 2 കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്ത 2 മെയിൻ പോളിസീസ് ആണ്. ഇത് ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് കൂടിയാണ്, ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്തത്, ഇതിന്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ഒരു പോസിറ്റീവ് എഫക്ട്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ, എന്താണ്? The share of industrial sector in GDP has risen from 13% in 1950-51 to 24.6% in 1990-91. അതായത് ഫസ്റ്റത്തെ പീരീഡ്, അതായത് 1950 മുതൽ 1991 വരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഷെയർ, GDP യിലേക്കുള്ള ഷെയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ്, the industrial sector grew by 6% annually over the period 1950-51 to 1990-1991. അതായത് 1950 മുതൽ 1991 വരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ 6% ആയിട്ട് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ദെൻ the policies also helped in diversification of industrial sector. Industrial sector was not confined to cotton, textiles and jute as was the case at the time of independence. അതായത് ഏതെങ്കിലും ഒരു 1-2 മേഖല ഫീൽഡിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റ്
പല മേഖലകളിലേക്കും വേറെ കുറേ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ഫോക്കസ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് ഇവിടെ പറഞ്ഞു വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. India had made its mark in various arenas like chemicals, automobiles, pharmaceuticals, steel, etc. അതായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു അല്ലേ, ഇതുപോലെ തന്നെ മറ്റ് പല ഏരിയാസിലേക്ക് കൂടി നമ്മുടെ ഈ ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലൂടെ കൊണ്ടുവന്നിട്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാ? കെമിക്കൽസ് ഉണ്ട്, ഓട്ടോമൊബൈൽസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, സ്റ്റീൽസ് ഉണ്ട്. സോ ഇത്രയും കോൺസെപ്റ്റുകളാണ് മെയിൻ ആയിട്ട് ഇവിടെ നോക്കി വെക്കേണ്ടത്. ദെൻ അടുത്ത പോയിന്റ്, promotion of small scale industries has encouraged entrepreneurial skills among people and also created employment opportunities. നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ലേബർ ക്രിയേഷൻ, അല്ലെ ലേബർ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് കൂട്ടുക എന്നുള്ളത്. സെയിം തന്നെ നമുക്ക് ഇവിടെയും ഒരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ ഓൾസോ ഹെൽപ്ഡ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ദി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. നമ്മുടെ ഈ പറയുന്ന ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലെ പോളിസീസ്, ടാരിഫ്, കോട്ട ഒക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രീസിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവ് എഫക്റ്റ് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നത്. നെക്സ്റ്റ്, നെഗറ്റീവ് എഫക്ട്സ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ. എന്താണ് ഫസ്റ്റ് പോയിന്റ്? പെർഫോമൻസ് ഓഫ് മെനി ഓഫ് ദി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഹാസ് ബീൻ അൺസാറ്റിസ്ഫാക്ടറി. അതായത് ഇങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഏർപ്പെടുത്തിയപ്പോഴത്തേക്കും നമ്മൾ അതെന്താ തരമാക്കി എടുത്തു എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കണേ. അതായത് കൂടുതൽ സെക്യൂർ ചെയ്തപ്പോഴത്തേക്കും അവരെ ഒരു അൺസാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലല്ല അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പെർഫോമൻസ് ഓഫ് മെനി ഓഫ് ദി പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഹാസ് ബീൻ അൺസാറ്റിസ്ഫാക്ടറി. രണ്ടാമത്തെ പോയിന്റ്, public sector units in many cases incurred huge losses. ഹ്യൂജ് ലോസ്, അതായത് നഷ്ടങ്ങൾ കുറേ രീതിയിൽ ഒരു ഫേസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്കിവിടെ പറയേണ്ടതാണ്. നെക്സ്റ്റ്, absence of competition had to or led to inefficient management of many public sector units. ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ വന്നപ്പോഴത്തേക്കും അവിടെ എന്താ സംഭവിച്ചത്? ഒരു ഇൻസെന്റീവ് അവിടെ കിട്ടുന്നില്ല, അല്ലെ? വർക്ക് ചെയ്താലായി, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു കോൺസെപ്റ്റാണ്. കാര്യം എന്താ? വേറെ ആരും അവിടെ നിന്ന് സാധനം വാങ്ങിക്കാൻ, വേറൊരു സാധനം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല, നമ്മൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ഞാൻ കുറച്ച് വൈകി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താലും അവർക്ക് വലിയ വിഷയമൊന്നുമില്ല. കാര്യം എന്താ? എൻ്റെ തന്നെ അവർ വാങ്ങിക്കുള്ളൂ. ഇങ്ങനെയുള്ളൊരു ഒരു കോൺസെപ്റ്റ് അവർക്ക് മനസ്സിൽ വരും, അവർ മൈൻഡിൽ അവർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് അവിടെ വന്നു. അത് അഡ്വേഴ്സ്ലി തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്തിനെ അഫക്ട് ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കേണ്ടത്. നെക്സ്റ്റ്, private sector was not allowed to enter in the reserved areas even when it was realized that the private sector could provide them efficiently. അതായത് ഗവൺമെന്റ് കൺട്രോളിലുള്ള ഗവൺമെന്റിൻ്റെത് മാത്രമായിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ടാകും, പക്ഷെ അവിടെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല ഉള്ളത്. അത് ചിലപ്പോൾ വേറെ നല്ല പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് വന്നാൽ അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് എൻട്രൻസിനുള്ള ആ ഒരു ഇത് അവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ഇൻ ദ റിസർവ്ഡ് ഏരിയാസ്. റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് പ്രൈവറ്റ് സെക്ടറിനെ എൻ്റർ ചെയ്യിച്ചില്ല എന്നുള്ളതും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് അവിടെ പറയേണ്ടതാണ്. The licensing policy was misused by big industrialists to prevent entry of new firms. അതായത് ലൈസൻസിങ് പോളിസി വന്നപ്പോഴത്തേക്കും അത് കുറേ ഇൻഡസ്ട്രി ഓൾറെഡി ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ് അത് എന്ത് ചെയ്തു? മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനൊപ്പം തന്നെ പുതിയതായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി അവരവിടെ ചെയ്തു വെച്ചു എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ് എഫക്റ്റിൽ പറയുന്നത്. പുതിയതായിട്ട് ആരോട് വരണ്ട, ഞങ്ങൾ മാത്രം മതി. അതാണ് ഈ ഒരു പോയിന്റിൽ. നെക്സ്റ്റ്, protection and absence of competition limited the choices available to the consumers. അതായത് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വന്നപ്പോൾ കോമ്പറ്റീഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഡൈവേഴ്സിഫിക്കേഷനോട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ആണ് കേട്ടോ. സോ അങ്ങനെ കുറഞ്ഞു വന്നപ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് കിട്ടാൻ ചാൻസ് ഇല്ലാതെ വന്നു. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. ലിമിറ്റഡ് ദ ചോയ്സസ് അവൈലബിൾ ടു ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ ചോയ്സസ് അവിടെ ലിമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു നെഗറ്റീവ് എഫക്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത്. നെക്സ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത്രയും കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഈ രണ്ട് രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഓണം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മെയിൻ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ നേരത്തെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് നോക്കി പോകാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ.
1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കാം. ദ ഓപ്പണിംഗ് ഓഫ് ഡാഷ് കനാൽ ഫർദർ ഇന്റൻസിഫൈഡ് ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. ഈ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു കനാലിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? അതിൽ ഏതാണ് ആൻസർ? രണ്ടാമത്തെ സൂയസ് കനാലാണ് അതിന്റെ ആൻസർ വരിക. രണ്ടാമത്തെ എന്താ? എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡാഷ്. 3 കാര്യങ്ങളാണുള്ളത്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഡിസ്ട്രിബ്യൂഷനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. യെസ്, ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The population census in India is being regularly conducted in every dash years. ഇവിടെ നമ്മൾ പറയുന്നത് ഡെമോഗ്രാഫിക് കണ്ടീഷന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സെൻസസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ഈ കോൺസെപ്റ്റ് നിങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ടേബിൾ ആണ്. ഈ കോൺസെപ്റ്റിനെ ഈ ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എ എന്ന് പറയുന്ന സെക്ഷനും ബി, സി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇൻഡസ്ട്രി, വിസ്ഡം, പ്രൈമറി ഡാറ്റ, പ്രൈമറി സെക്ടർ, സ്പെഷ്യൽ ക്ലാസിഫിക്കേഷൻ, ദാദാബായ് നവറോജി. ഇതിനകത്ത് കുറച്ച് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻസ് കൂടി കയറി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 3 പോർഷൻസ് നമുക്ക് എടുക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇന്ത്യൻ എക്കോണമിയുടെ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അടുത്ത നോക്കിയേ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുള്ള ഏതാന്ന് നോക്കിയേ. ഷോർട്ട് നോട്ട് ഓൺ ജമീന്ദാരി സിസ്റ്റം. നമ്മുടെ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം പഠിച്ചില്ലേ? അതിനകത്ത് ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണെന്ന് മാത്രം അവിടെ എഴുതി വെക്കുക. അതിന്റെ ഇയർ എന്താണെന്ന് എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ അവിടെ. നെക്സ്റ്റ്, during 1950 to 1990, the government of India followed the policy of import substitution to protect Indian industries. Identify the 2 policies which controlled imported goods or which controlled the imported goods. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് 2 പോളിസീസ് ഏതൊക്കെയാ? ടാരിഫ് ആൻഡ് ക്വാട്ട. അതെന്താണെന്നും അതിന്റെ കുറച്ച് കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ ആ 2 മാർക്കായി. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. എക്സാമിൻ ദ ഫോറിൻ ട്രേഡ് ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് റൂൾ. നമ്മുടെ ബ്രിട്ടീഷ് റൂളിന്റെ ആ ഒരു പീരീഡിൽ ഇന്ത്യയിലെ ഫോറിൻ ട്രേഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. അത് നോക്കി വയ്ക്കാം. അടുത്ത എന്താ? India lives in villages. Therefore, the role of small scale industry in India has been very high. Prepare a short note on the importance of small scale industries. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയൊരു കാര്യമാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. സോ എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആദ്യം പറഞ്ഞു വെക്കണം. അതിനുശേഷമാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. സോ റൂറൽ ഏരിയ അല്ലെങ്കിൽ വില്ലേജസിൽ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണ്? പോപ്പുലേഷൻ അവിടെ കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് അവരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറാണ് അല്ലെങ്കിൽ ഒരു അഡോപ്ഷനാണ് ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു വെക്കേണ്ടത്. അടുത്തത്, now India is one of the most industrialized countries of the world, but at the time of independence our industrial sector was not so good. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ബേസിൽ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കോൺസെപ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ ആവും. അടുത്തത് എന്താണെന്ന് നോക്കിയേ. ഇനി 2 ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന്റെ ഉണ്ട്, 8 മാർക്കിന്റെ ഉണ്ട് അല്ലേ? ഈ 8 മാർക്കിന്റെയാണ് ലോങ്സ്റ്റ് ടൈപ്പ് വരുന്നത്. സോ ഈ 4 മാർക്കിന്റെ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നോക്കിയേ. Critically evaluate the demographic conditions of India at the time of independence. ഇൻഡിപെൻഡൻസിന്റെ ടൈമിൽ ഡെമോഗ്രഫിക് കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കലി എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ അവിടെ നമുക്ക് ഡെമോഗ്രഫിക് കണ്ടീഷൻ്റെ കാര്യം പറയുമ്പോൾ പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു എന്ന് പറയാം, ലൈഫ് എക്സ്പെക്ടൻസി എങ്ങനെയായിരുന്നു എന്ന് പറയാം, ലിറ്ററസി റേറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയാം, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയാം, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇത്രയും കോൺസെപ്റ്റ് നമുക്ക് അവിടെ ആഡ് ചെയ്താൽ 4 മാർക്കിനുള്ളതായി. 8 മാർക്കിന് നോക്കിയാലോ. The Green Revolution of India, which saved millions of lives from famines. Evaluate. സോ അതിൽ ഫേസസ് ചോദിച്ചിട്ടുണ്ട്, എലമെന്റ്സ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഈ 3 പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ ബേസിൽ തന്നെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. സോ ഇത്രയും കോൺസെപ്റ്റിലാണ് നിങ്ങൾക്ക് ഈ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് വരാനുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. നല്ല മാർക്ക് ഇത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്തതിന് നന്ദി. എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടാറ്റാ.